ഓക്കെ, അപ്പോൾ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചു നിർത്തിയത് +2 ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിലെ കപ്പാസിറ്റർ എന്ന് പറയുന്ന സെക്ഷനാണ്. ഇതിലെ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജി എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ് അവസാനമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഹാഫ് CV² ആണെന്ന് പഠിക്കുക. അതുപോലെ തന്നെ എനർജി ഡെൻസിറ്റി എങ്ങനെ കണ്ടെത്താമെന്ന് പഠിച്ചു. സീരീസ് പാരലൽ കോമ്പിനേഷനെ കുറിച്ചൊക്കെ നോക്കി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കപ്പാസിറ്ററുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ്. എന്നാൽ ഇതിന്റെ ഡെറിവേഷൻ പൂർണ്ണമായിട്ട് SCERT അഥവാ സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണ്ട, പഠിക്കേണ്ട കാര്യമില്ല. പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. എന്നാൽ CBSE സ്റ്റുഡൻസിന് ഇത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യും, ചോദിക്കും. അപ്പൊ തൽക്കാലം നമുക്ക് ആ ഡെറിവേഷൻ നല്ല രീതിയിൽ പഠിക്കാം. എന്നിട്ട് ഏതാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ളത് എന്ന് ഞാൻ എന്ത് ചെയ്യാം, ഇതിന്റെ അവസാനം പറഞ്ഞുതരാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന സെക്ഷൻ കോമൺ പൊട്ടൻഷ്യൽ ആൻഡ് എനർജി ലോസ് ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. കോമൺ പൊട്ടൻഷ്യൽ കണ്ടെത്താനും എനർജി ലോസ് കണ്ടെത്താനൊക്കെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്ന സെക്ഷനാണ് കോമൺ പൊട്ടൻഷ്യൽ ആൻഡ് എനർജി ലോസ് ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ. ഇപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ഇത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പാസിറ്റർ കൺസിഡർ ചെയ്തു. ഈ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C1 ആണ്. ഇങ്ങനെ C1 കപ്പാസിറ്റൻസ് ഉള്ള ഈ കപ്പാസിറ്ററിനെ ഞാൻ എന്ത് ചെയ്തു, ഒരു പൊട്ടൻഷ്യൽ നൽകിയ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ V1 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ആണ്. അങ്ങനെ പൊട്ടൻഷ്യൽ നൽകിക്കൊണ്ട് ഈ കപ്പാസിറ്ററിൽ എന്ത് ചെയ്തു, കപ്പാസിറ്റൻസ് C1 ആണ്, പൊട്ടൻഷ്യൽ V1 ആണ്. അവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്ന ചാർജിനെ ഞാൻ എന്ത് ചെയ്യും, Q1 എന്ന് പറയും. ഓക്കെ, ഇതുപോലെ മറ്റൊരു കപ്പാസിറ്റർ കൺസിഡർ ചെയ്യുക. അതിൽ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുക, പൊട്ടൻഷ്യൽ നൽകുക. ഇതുപോലെ ഒരു പൊട്ടൻഷ്യൽ നൽകി ഇതിന്റെ കപ്പാസിറ്റൻസ് C2 ആണ്. ഇതിൽ V2 എന്ന് പറയുന്ന ഒരു പൊട്ടൻഷ്യൽ നൽകുമ്പോൾ ഇവിടത്തെ ചാർജ് ആരായിട്ട് മാറും, Q2 ആയിട്ട് മാറും. ഡൗട്ടില്ല. അപ്പോ Q1 എന്ന് പറഞ്ഞാൽ ആദ്യ കപ്പാസിറ്ററിന്റെ ചാർജ് ആണെന്നും Q2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ ചാർജ് ആണെന്നും എന്ത് ചെയ്യുക, പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരല്പ സമയത്തിന് ശേഷം ഞാൻ ഈ പൊട്ടൻഷ്യലുകൾ എന്ത് ചെയ്തു, ഡിസ്കണക്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിൽ നിന്നും ഈ പറയുന്ന വോൾട്ടേജിനെ V1 V2 എന്ന് പറയുന്ന പൊട്ടൻഷ്യലിനെ എടുത്തു മാറ്റി. അങ്ങനെ മാറ്റിയതിനു ശേഷം ഇവ ഒരു കോമൺ ടെർമിനൽ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. എന്താ പറഞ്ഞത്, ഇതിനു ശേഷം ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ C1 കപ്പാസിറ്റൻസ് ഉള്ള ആദ്യ കപ്പാസിറ്ററിനെയും അതുപോലെ C2 കപ്പാസിറ്റൻസ് ഉള്ള രണ്ടാമത്തെ കപ്പാസിറ്ററിനെയും പരസ്പരം എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. ഇതിന്റെ കപ്പാസിറ്റൻസ് C1 ആണ്, ഇതിന്റെ കപ്പാസിറ്റൻസ് C2 ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഇതിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ചാർജുകൾ മാറി വരും അല്ലേ. ഇവിടെ Q1 Q2 ആയിരുന്നത് ഇവിടെ എന്ത് ചെയ്യും, ആ ചാർജുകളിൽ മാറ്റം ഉണ്ടാവും. ആ ചാർജിനെ Q1 ഡാഷ് ആയിട്ടും ഇവിടത്തെ ചാർജിനെ ഞാൻ Q2 ഡാഷ് ആയിട്ടും എന്ത് ചെയ്തു, പരിഗണിച്ചു. നോക്കിക്കേ, ഇതിന്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും, ഇവിടെ പൊട്ടൻഷ്യൽ V ആയിരിക്കും. കോമൺ പൊട്ടൻഷ്യൽ, ഈ V എന്ന പൊട്ടൻഷ്യൽ പറയുന്ന പേരാണ് കോമൺ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ. ഈ കോമൺ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടെത്താമെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. കോമൺ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് എനർജി ലോസ് കണ്ടെത്തുന്നത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ എന്താ പറഞ്ഞത്, ഇത് രണ്ട് ചിത്രങ്ങളാണ്. ഈ ചിത്രത്തിലെ കപ്പാസിറ്റൻസ് C1 ആണ്, ഇതിന്റെ കപ്പാസിറ്റൻസ് C2 ആണ്. ഇതിൽ നൽകിയ പൊട്ടൻഷ്യൽ V1 ആണ്, ഇവിടെ V2 ആണ്. ഇതിൽ സ്റ്റോർ ചെയ്യപ്പെട്ട ചാർജ് Q1 എമൗണ്ട് ആണ്, ഇതിൽ Q2 എമൗണ്ട് ആണ്. നമ്മൾ ഇനി എന്ത് ചെയ്തു, ഈ പൊട്ടൻഷ്യലിനെ ഡിസ്കണക്ട് ചെയ്തു, പരസ്പരം എന്ത് ചെയ്തു, ജോയിൻ ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്തപ്പോൾ ഇതിന്റെ കോമൺ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആരാണ്, V ആണ്. ഓക്കെ, കൺസർവേഷൻ ഓഫ് ചാർജ് വെച്ച് നിങ്ങൾക്ക് അറിയാം, ഈ സർക്യൂട്ട് ഡിസ്കണക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ടോട്ടൽ എമൗണ്ട് ചാർജും സർക്യൂട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പൊട്ടൻഷ്യൽ ഡിസ്കണക്ട് ചെയ്തതിനു ശേഷമുള്ള എമൗണ്ട് ഓഫ് ചാർജ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പൊ ടോട്ടൽ ചാർജ് ബിഫോർ സമയം എന്ന് എഴുതാം, ടോട്ടൽ ചാർജ് ബിഫോർ ഈക്വൽ ടു എന്ന് എഴുതാം, ടോട്ടൽ ചാർജ് ആഫ്റ്റർ എന്ന് എഴുതാം, ടോട്ടൽ ചാർജ് ആഫ്റ്റർ എന്ന് എഴുതാം, ടോട്ടൽ ചാർജ് ആഫ്റ്റർ. ഓക്കെ, ഇപ്പൊ ടോട്ടൽ ചാർജ് ബിഫോർ എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ചാർജ് അല്ലേ, അത് Q1 ആണല്ലേ. Q1 പ്ലസ് ആരാ, Q2 ഈക്വൽ ടു ടോട്ടൽ ചാർജ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ Q1 ഡാഷ് പ്ലസ് ആരാ, Q1 ഡാഷ് പ്ലസ് Q2 ഡാഷ് ആണ്.
Q1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ചാർജ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇൻടു പൊട്ടൻഷ്യൽ ആണ്. ഇങ്ങനെ കിട്ടി, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ പൊട്ടൻഷ്യൽ ആണ്. C എന്ന് പറഞ്ഞാൽ Q ബൈ V ആണ്. അപ്പൊ അതിൽ നിന്ന് Q എന്ന് പറഞ്ഞാൽ C ഇൻടു V ആണ് അല്ലേ. അപ്പൊ Q1 ന് പകരം എന്തെന്ന് എഴുതാം? Q1 ന് പകരം C1 V1 എന്ന് എഴുതാം, പ്ലസ് Q2 ന് പകരം C2 V2 എന്ന് എഴുതാം, ഈക്വൽ ടു പറഞ്ഞ Q1 ഡാഷ് എന്ന് പറഞ്ഞാൽ ഇവിടത്തെ കപ്പാസിറ്റൻസ് C1 ആണ്, പൊട്ടൻഷ്യൽ കോമൺ പൊട്ടൻഷ്യൽ V ആണല്ലേ. C1 V പ്ലസ് Q2 ഡാഷിന് പകരം C2 V എന്ന് എഴുതുക. കോമൺ ആയിട്ട് V എടുക്കുക. അങ്ങനെയാണെങ്കിൽ C1 V1 പ്ലസ് C2 V2 സമം V കോമൺ എടുത്താൽ ബാക്കി ആരുണ്ട്? C1 പ്ലസ് എന്തെന്നുണ്ട്? C2 എന്നുണ്ട്. ഈ V കണ്ടെത്തുന്നതിന് C1 പ്ലസ് C2 എന്ന ക്വാണ്ടിറ്റി ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ V ഈക്വൽ ടു എന്തെന്ന് എഴുതാം? C1 V1 പ്ലസ് C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 എന്ന് എഴുതാം. ഈ പൊട്ടൻഷ്യലിന്റെ പേരാണ് കോമൺ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പൊ കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല C1 V1 പ്ലസ് C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ആണ് കോമൺ പൊട്ടൻഷ്യൽ കണ്ടെത്തുന്നതിനുള്ള ഫോർമുല. ഓക്കെ, ഇനി ഈ കോമൺ പൊട്ടൻഷ്യൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ എനർജി ലോസ് കണ്ടെത്തുന്നത് എന്ന് പറയുമ്പോൾ, ഇത് രണ്ടും ഡിസ്കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു എനർജി ഉണ്ട്. ആ എനർജി ആയിരിക്കത്തില്ല ഇത് ഡിസ്കണക്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുമ്പോൾ കണ്ടെത്തുമ്പോൾ ആ എനർജിയിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എനർജി ലോസ് ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് എനർജി ലോസ് എങ്ങനെ കണ്ടെത്താമെന്നാണ്. അപ്പൊ എനിക്ക് കോമൺ പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടായിരിക്കാം. കോമൺ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ C1 V1 പ്ലസ് ആരാണ്? C2 V2 ബൈ C1 പ്ലസ് ആരാണ്? C2 ആണ്. ഇതാണ് കോമൺ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് എനർജി ലോസിനെ കുറിച്ചാണ്. എനർജി ലോസ് എന്ന സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇപ്പൊ എനർജി ലോസ് എന്ന സെക്ഷൻ പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഇനിഷ്യൽ എനർജി എഴുതണം, ഫൈനൽ എനർജി എഴുതണം. ഇവ തമ്മിലുള്ള വ്യത്യാസമാണ്, ഡിഫറൻസ് ആണ് എന്തെന്ന് പറഞ്ഞാൽ എനർജി ലോസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇനിഷ്യൽ എനർജി എഴുതണം. ഇനിഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഇതാ ഇതിന്റെ എനർജിയും കൂടെ എന്ത് ചെയ്യുക? കൂട്ടുക. അപ്പൊ കപ്പാസിറ്ററുമായി ബന്ധപ്പെട്ട എനർജിയുടെ ഇക്വേഷൻ ഹാഫ് CV² ആണ്, മറന്നു പോകരുത്. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം? ഹാഫ് C1 V1 സ്ക്വയർ പ്ലസ് ഇവിടെ എങ്ങനെ എഴുതാം? ഹാഫ് C2 V2 സ്ക്വയർ എന്ന് എഴുതാം. ഇനി ഇനിഷ്യൽ എനർജി കിട്ടിയാൽ പിന്നെ നമ്മൾ എഴുതാനുള്ളത് ഫൈനൽ എനർജിയാണ്. ഫൈനൽ എനർജി സമം ഇതിന്റെ എനർജി പ്ലസ് ഇതിന്റെ എനർജി ആരാ? അത് ഹാഫ് C1 V സ്ക്വയർ ആണ്, പ്ലസ് ഇതിന്റെ എനർജി ഹാഫ് C2 V സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇനിഷ്യൽ എനർജി കിട്ടി, അതുപോലെ എന്ത് കിട്ടി? ഫൈനൽ എനർജി കിട്ടി. ഇനി എനർജി ലോസ് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. അപ്പൊ ഇതിൽ ഇനിഷ്യൽ എനർജി ആണ് ആദ്യ എനർജിയാണ് വലുതെന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ നല്ല പൊട്ടൻഷ്യൽ നൽകിയപ്പോൾ കിട്ടിയ എനർജിയാണ് കൂടുതൽ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ പൊട്ടൻഷ്യൽ ഡിസ്കണക്ട് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ആ ഇനിഷ്യൽ എനർജിയാണ് ലാർജ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ എനർജി ലോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? എനർജി ലോസ് സമം ഇനിഷ്യൽ എനർജി മൈനസ് എന്തെന്ന് എഴുതാം? ഇനിഷ്യൽ എനർജി മൈനസ് ഫൈനൽ എനർജി എന്ന് എഴുതാം. ഇതിൽ നിന്ന് എനർജി ലോസ് സമം ഇനിഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ അറിയാം, ഹാഫ് C1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് C2 V2 സ്ക്വയർ മൈനസ് ഫൈനൽ എനർജി നോക്കിക്കേ. ഫൈനൽ എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് C1 V സ്ക്വയർ പ്ലസ് ഹാഫ് C2 V സ്ക്വയർ ആണ്. അതിൽ നമുക്ക് കോമൺ ആയിട്ട് ആരെടുക്കാം? V എന്ന് പറയുന്നത് കോമൺ ആയിട്ട് എടുത്ത് എഴുതിയ ബാക്കി ആരുണ്ട്? ഹാഫ് കോമൺ എടുക്കാം അല്ലെ. ഹാഫ് V സ്ക്വയർ കോമൺ എടുക്കാം. അങ്ങനെ കോമൺ എടുത്താൽ ബാക്കിയുള്ളത് C1 പ്ലസ് ആരാണ്? C2 ബൈ 2 ഇൻറ്റു എന്ന് എഴുതാം, V സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? രണ്ടിലും ആരുണ്ട്? ഒരു ഹാഫ് V എന്ത് ചെയ്യാം? ഹാഫ് V സ്ക്വയർ പുറത്തെടുക്കാം. ബാക്കിയുള്ളത് C1 പ്ലസ് C2 ആണ്.
ഇനി ഈ പറയുന്ന വോൾട്ടിനെയാണ് നമ്മൾ കോമൺ പൊട്ടൻഷ്യൽ എന്നറിയപ്പെടുന്നത്. അപ്പൊ കോമൺ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കോമൺ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ഇവിടേക്ക് അപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? എനർജി ലോസ് കിട്ടി. അപ്പോ സ്റ്റേറ്റുകാരെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കുറച്ച് എഴുതുന്ന സ്റ്റെപ്പുകൾ തൽക്കാലം പഠിച്ചില്ലെങ്കിൽ പോലും ഇങ്ങനെ എഴുതിയതിനു ശേഷം ഓൺ സിംപ്ലിഫൈങ് എബോ ഇക്വേഷൻ അല്ലെങ്കിൽ ഓൺ സോൾവിങ് ദ എബോ ഇക്വേഷൻ വി വിൽ ഗെറ്റ് ആൻ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എനർജി ലോസിന്റെ ഇക്വേഷൻ എഴുതുക. നീ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ എങ്ങനെയാണെന്നാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. തൽക്കാലം നിങ്ങൾ ഈ എനർജിയിൽ നിന്ന് ഫൈനൽ കുറച്ച് എഴുതുമ്പോൾ കിട്ടുന്ന ആൻസർ ബൈഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നമുക്ക് ആൻസറുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസോ അല്ലെങ്കിൽ ആൻസർ എഴുതുക എന്നുള്ള കാര്യം മാത്രമേ ചോദിക്കത്തുള്ളൂ. ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ തൽക്കാലം നമുക്ക് വേണ്ട. എന്നിരുന്നാലും ഞാൻ പറയാം, നിങ്ങൾ എന്ത് ചെയ്യുക, എന്റെ കൂടെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഇവിടെ കിട്ടുന്നത് കോമൺ പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ കോമൺ പൊട്ടൻഷ്യലിന്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുമ്പോൾ നോക്കിക്കുക ഇവിടെ എങ്ങനെ എഴുതാറ്, ഇവിടെ ഹാഫ് C1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് C2 V2 സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു C1 പ്ലസ് C2. ബിയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാതെ, ബിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, C1 V1 പ്ലസ് C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 എന്ന് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. അപ്പൊ ബിയുടെ സ്ഥാനത്ത് നമുക്ക് ഈ പറഞ്ഞ കാര്യം എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ബിയുടെ സ്ഥാനത്ത് അങ്ങനെ കൊടുത്തു പറഞ്ഞേ, ബിയുടെ സ്ഥാനത്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടൂടെ, ബിയുടെ സ്ഥാനത്ത് കൊടുക്കുമ്പോൾ C1 V1 പ്ലസ് C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 അതിന്റെ എന്ത് ഹോൾ സ്ക്വയർ. ഡൗട്ടില്ല, സംശയമൊന്നുമില്ല. അപ്പൊ എങ്ങനെ കിട്ടി, ബിയുടെ സ്ഥാനത്ത് നമ്മൾ ഈ വാല്യൂ അപ്ലൈ ചെയ്യും. ഇതേക്കറിയാം, ഇവിടെ നോക്കിക്കേ, ഇതിന് സ്ക്വയർ ഇതിനും കൊടുക്കാൻ പറ്റും, ഇതിനും കൊടുക്കാം. അപ്പൊ നോക്കിക്കേ, താഴെ C1 പ്ലസ് C2 ന്റെ സ്ക്വയർ ഉണ്ട്, മേലൊരു C1 പ്ലസ് C2 ഉണ്ട്. അപ്പൊ പരസ്പരം എന്ത് ചെയ്ത് എഴുതാം, ക്യാൻസൽ ചെയ്ത് എഴുതാം അല്ലേ. അപ്പൊ അടുത്ത സ്റ്റെപ്പ് അതാണ്, ഹാഫ് C1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് C2 V2 സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു ഈ C1 പ്ലസ് C2 ഇവിടത്തെ ഒരാളും ക്യാൻസൽ ആയി. ബാക്കിയുള്ളത് ഇതിന് സ്ക്വയർ ഉണ്ട്, താഴെ ഒരു C1 പ്ലസ് C2 വരും. അപ്പൊ മേളില് C1 V1 പ്ലസ് C2 V2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ C1 പ്ലസ് എന്നായി C2 എന്നായി. ഓക്കെ ഓക്കെ. ഇനി എല്ലാത്തിലും എന്തുണ്ട്, എല്ലാത്തിലും ഒരു ഹാഫ് ഉണ്ട്. നമുക്ക് ഇതൊക്കെ വായിക്കാം. എല്ലാത്തിലും എന്തുണ്ട്, ഒരു ഹാഫ് ഉണ്ട്. അപ്പൊ ഹാഫ് എന്ത് ചെയ്യുക, ഹാഫ് പുറത്തേക്ക് എടുക്കുക. അപ്പൊ ഹാഫ് പുറത്തേക്ക് എടുത്ത എനർജി ലോസ് സമയം എന്ന് എഴുതാം, എനർജി ലോസ് സമം ഹാഫ് എല്ലാത്തിൽ നിന്നും കോമൺ ആയിട്ട് എടുക്കാം. ഹാഫ് കോമൺ എടുത്താൽ ബാക്കിയുള്ളത് C1 V1 സ്ക്വയർ പ്ലസ് ഇവിടെ C2 V2 സ്ക്വയർ മൈനസ് ഇവിടെ ഉള്ളത് C1 V1 പ്ലസ് C2 V2 സ്ക്വയർ ബൈ C1 പ്ലസ് C2 ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ചെയ്യുന്നത്, ഇത് ചെയ്യാനായിട്ടൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇത് സാധാ ചെയ്യും പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വെച്ച് ചെയ്യാം. എനർജി ലോസ് സമം ഹാഫ് ഇൻറ്റു ഇത് നമുക്ക് ഒറ്റ ടൈം ആയിട്ട് പറയാല്ലേ, C1 V1 സ്ക്വയർ പ്ലസ് C2 V2 സ്ക്വയർ മൈനസ് C1 V1 പ്ലസ് C2 V2 സ്ക്വയർ ബൈ C1 പ്ലസ് C2. ഇനി എന്ത് ചെയ്യണേ, ഇനി ഡിനോമിനേറ്ററുകൾ തമ്മിൽ ഗുണിക്കുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എനർജി ലോസ് സമം ഹാഫ് ഇൻറ്റു ഇവിടെ ചെയ്യുമ്പോൾ ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കാല്ലേ. അപ്പൊ C1 പ്ലസ് C2 ആദ്യം ഇതുകൊണ്ട് ഗുണിക്കാല്ലേ. അപ്പൊ C1 പ്ലസ് C2 ഇൻറ്റു C1 V1 സ്ക്വയർ പ്ലസ് അതുപോലെ ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക C1 പ്ലസ് C2 ഇൻറ്റു C2 V2 സ്ക്വയർ മൈനസ് ഇടുക, ഇത് എഴുതുക മൈനസ് C1 V1 പ്ലസ് C2 V2 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. എനർജി ലോസ് സമം എനർജി
ലോസ് സമം ഹാഫ് ഇൻറ്റു നോക്കിക്കേ, ഈ C1 ഇതുകൊണ്ട് ഗുണിക്കുമ്പോ C1 V1 സ്ക്വയർ കൊണ്ട് ഗുണിക്കുമ്പോ അത് C1 സ്ക്വയർ V1 സ്ക്വയർ എന്നാവും. പ്ലസ് C2 ഇതുകൊണ്ട് ഗുണിക്കുമ്പോ C2 C1 V1 സ്ക്വയർ എന്നാവും. പ്ലസ് C1 ഇതുകൊണ്ട് ഗുണിക്കുമ്പോ C1 C2 V2 സ്ക്വയർ. പ്ലസ് C2 ഇതുകൊണ്ട് ഗുണിക്കുമ്പോ C2 സ്ക്വയർ V2 സ്ക്വയർ. ഔട്ടില്ല. മൈനസ് ഇത് a പ്ലസ് b ദ ഹോൾ സ്ക്വയറിലാണ്. a പ്ലസ് b ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ എന്ന ഫോമിലേക്ക് മാറും. അപ്പൊ ഇവിടെ C1 V1 സ്ക്വയർ പ്ലസ് 2C1 V1 C2 V2 പ്ലസ് C2 V2 സ്ക്വയർ അങ്ങനെ മാറും. പക്ഷെ എന്ത് ചെയ്യുക, മൈനസ് കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുക. അങ്ങനെ ഓപ്പൺ ആക്കി എഴുതുമ്പോൾ C1 സ്ക്വയർ V1 സ്ക്വയർ മൈനസ് 2C1 V1 C2 V2 മൈനസ് C2 സ്ക്വയർ V2 സ്ക്വയർ ഡിവൈഡഡ് ബൈ ആര്, ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഈക്വലി ഓപ്പോസിറ്റ് ആയത് ക്യാൻസൽ ചെയ്യാം. C1 സ്ക്വയർ V1 സ്ക്വയറും മൈനസ് C1 സ്ക്വയർ V1 സ്ക്വയറും ക്യാൻസൽ ചെയ്യും. അതുപോലെ C2 സ്ക്വയർ V2 സ്ക്വയറും മൈനസ് C2 സ്ക്വയർ V2 സ്ക്വയറും ക്യാൻസൽ ചെയ്യും. അങ്ങനെ ക്യാൻസൽ ചെയ്താൽ ബാക്കിയുള്ള ആൾക്കാരെ എഴുതുക. എനർജി ലോസ് സമം ഹാഫ് ഇൻറ്റു ഇവിടെ എഴുതുമ്പോൾ C2 C1 V1 സ്ക്വയർ പ്ലസ് C1 C2 V2 സ്ക്വയർ മൈനസ് 2C1 C2 V1 V2 ഹോൾ ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഇതിൽ മൂന്നിലുള്ളത് ആരാണ്? മൂന്നിലും പൊതുവായിട്ട് അടങ്ങിയിരിക്കുന്നത് C1 C2 ആണ്. അപ്പൊ C1 C2 പുറത്തെടുത്ത് എഴുതാം. എനർജി ലോസ് സമം 1/2 ഇൻറ്റു ഈ C1 C2 പുറത്തെഴുതാം അല്ലേ, C1 C2 ബൈ C1 പ്ലസ് എന്തായി C2 ആയി. ഇനി നോക്കിക്കേ, C1 C2 പുറമേക്ക് എഴുതിയാൽ ഇവിടെ ഉള്ളത് പിന്നെ V1 സ്ക്വയർ പ്ലസ് V1 സ്ക്വയർ മൈനസ് 2V1 V2 പ്ലസ് എന്താണ് V2 സ്ക്വയർ ആണ്. നോക്കുമ്പോൾ അറിയാം ഇത് a സ്ക്വയർ മൈനസ് b സ്ക്വയറിന്റെ എക്സ്പ്ലനേഷൻ ആണ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ആണ്. അപ്പൊ ഇതിനെ V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അതാണ് V1 സ്ക്വയർ മൈനസ് 2V1 V2 പ്ലസ് V2 സ്ക്വയർ ആയിട്ട് മാറിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? ഇക്വേഷൻ എനർജി ലോസ് സമം എങ്ങനെ എഴുതാം? എനർജി ലോസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു C1 C2 by C1 plus C2 into V1 minus V2 the whole square എന്ന് എഴുതാം. ഇതാണ് എനർജി ലോസ് കണ്ടെത്തുന്നതിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോമൺ പൊട്ടൻഷ്യൽ കണ്ടെത്താനുള്ള ഇക്വേഷനും പഠിച്ചു, എനർജി ലോസിന്റെ ഇക്വേഷനും പഠിച്ചു. അപ്പൊ എനർജി ലോസിന് ഇച്ചിരി കൂടുതൽ സ്റ്റെപ്പുകളുണ്ട്. അപ്പൊ സ്റ്റേറ്റിലെ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനർജി ലോസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കുമ്പോൾ എനർജി ലോസ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ എനർജിയിൽ നിന്ന് ഫൈനൽ എനർജി കുറയ്ക്കുക എന്നുള്ള കാര്യം പഠിച്ചിട്ട് ഓൺ സോൾവിംഗ് ദ എബോ ഇക്വേഷൻ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുന്നു, ഇങ്ങനെ കിട്ടുന്നു എന്നാണ് ഫൈനൽ ആൻസർ ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. തൽക്കാലം എങ്ങനെ പഠിക്കുക? C1 C2 by 2 into C1 plus C2 into V1 minus V2 the whole square എന്ന് എഴുതുക. ഇതാണ് എനർജി ലോസിന്റെ കാര്യം എന്ന് പറഞ്ഞാല്. അപ്പൊ നമ്മളിന്ന് രണ്ട് കാര്യമാണ് പഠിച്ചത്, കോമൺ പൊട്ടൻഷ്യൽ എന്താണെന്നും അതുപോലെ തന്നെ എനർജി ലോസ് എന്താണ്. അപ്പൊ എനർജി ലോസിന്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. എനർജി ലോസ് സമം എന്ന് പഠിച്ചു. എനർജി ലോസ് സമം C1 C2 divided by 2 into C1 plus C2 V1 minus V2 the whole square. ഇതാണ് എനർജി ലോസിന്റെ കപ്പാസിറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന എനർജി ലോസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള ഇക്വേഷൻ ആണ്. നമ്മൾ കോമൺ പൊട്ടൻഷ്യൽ നോക്കി, അതുപോലെ തന്നെ എന്ത് നോക്കി? എനർജി ലോസ് നോക്കി.
ഇനി എനർജി ലോസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ബോർഡിൽ ചോദ്യം എഴുതാം. എ 600 പിക്കോഫാരഡ് അല്ലെങ്കിൽ പൈക്കോഫാരഡ് PF പിക്കോഫാരഡ് capacitor is charged by 200 volt supply. Then it is disconnected. And connected with a 600 PF uncharged capacitor. Calculate the energy loss. ഇതാണ് ചോദ്യം. അപ്പോൾ a 600 PF capacitor is charged by 200 volt supply, then it is disconnected and connected with a 600 PF uncharged capacitor. Calculate the energy loss. മലയാളത്തിൽ പറഞ്ഞാൽ 600 PF ഉള്ള ഒരു കപ്പാസിറ്ററിനെ 200 വോൾട്ട് പൊട്ടൻഷ്യൽ നൽകിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ചാർജ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? പൊട്ടൻഷ്യൽ ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം ഈ കപ്പാസിറ്ററിനെ ചാർജ്ഡ് അല്ലാത്ത ഒരു 600 PF കപ്പാസിറ്ററുമായിട്ട് കണക്ട് ചെയ്യും എങ്കിൽ എനർജി ലോസ് എത്ര എന്നാണ് ചോദ്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിലവിൽ ഒരു കപ്പാസിറ്റർ മാത്രമാണ് ആദ്യമേ ചാർജ്ഡ് ആയിട്ടുള്ളത്, മറ്റേ കപ്പാസിറ്റർ അൺചാർജ്ഡ് ആണ്. നമ്മൾ ഇക്വേഷൻ രൂപീകരിച്ചത് രണ്ടും ചാർജ്ഡ് ആക്കിയിട്ട് നമ്മൾ ഡിസ്കണക്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ അൺചാർജ്ഡ് എന്ന് പറഞ്ഞാല് ഒരു പൊട്ടൻഷ്യൽ മാത്രമേ ഉള്ളൂ അല്ലേ. ഈ V2 എന്ന് പറയുന്ന രണ്ടാമത്തെ പൊട്ടൻഷ്യൽ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എനർജി ലോസ് എഴുതുമ്പോൾ എനർജി ലോസ് സമം C1 C2 എന്ന് പറഞ്ഞാൽ 600 PF അല്ലേ. PF നെ മാറ്റാനായിട്ട് 10⁻⁻12 കൊണ്ട് ഗുണിക്കുക. അപ്പോ 600 10⁻⁻12 ഇൻറ്റു അടുത്ത C2. ആ പറഞ്ഞ C2 ആര് തന്നെയാണ്? 600 PF തന്നെയാണ്. അപ്പൊ 600 ഇൻറ്റു 10⁻⁻12 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു C1 പ്ലസ് C2 എന്ന് പറഞ്ഞാൽ 600 PF ന്റെ കൂടെ 600 PF കൂട്ടുക എന്ന് പറഞ്ഞാൽ 1200 PF ആണ്. അപ്പൊ 1200 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ എന്നാണ്. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ 200 മാത്രമേ ഉള്ളൂ, രണ്ടാമത്തത് അൺചാർജ്ഡ് ആണ്. അപ്പൊ പൊട്ടൻഷ്യൽ ഇല്ല. അപ്പൊ 200 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 200ന്റെ സ്ക്വയർ എന്ന് കൊടുക്കുക. ഓക്കെ. എനർജി ലോസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? ഈ പറഞ്ഞ 600 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു 600 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു 200ന്റെ സ്ക്വയർ അല്ലേ. 200ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെ 2 ഇൻറ്റു 1200 ഇൻറ്റു 10⁻⁻12 എന്ന് മാറും. അപ്പൊ എന്ത് ചെയ്യുക? 10⁻⁻12 ക്യാൻസൽ ചെയ്യുക. 10⁻⁻12 ക്യാൻസൽ ചെയ്യുക. 600 ഇട്ട് 1200നെ വെട്ടാം. 600 ഇട്ട് 1200നെ വെട്ടുമ്പോ അല്ലെങ്കിൽ 600 ഇട്ട് 1200നെ വെട്ടുമ്പോ ഉത്തരം 2 കിട്ടും. ഈ 2 ഇട്ട് 600നെ വെട്ടുമ്പോ 300 എന്ന് വരും. ഈ വീണ്ടും 2 300 ക്യാൻസൽ ചെയ്യുമ്പോ 150 എന്ന് വരും. ഉത്തരം എങ്ങനെ മാറി? ഉത്തരം 150 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു 2ന്റെ സ്ക്വയർ 4 ആണ്. ഇവിടെ 10⁻⁴ എന്ന് വരും. ഓക്കെ. ഇനി ചെയ്യുമ്പോ ഈ 15 4 കൂടെ ചെയ്യാം. 15 4 കൂടെ ചെയ്യുമ്പോ 15 ഇൻറ്റു 4 ആണ് അല്ലേ. 2 60 എന്ന് വരും. 60 ഇൻറ്റു ഇവിടത്തെ ഒരു 10 ഉണ്ട്, ഇവിടെ 10⁻⁴ ഉണ്ട്. ചെയ്യുമ്പോൾ 10⁻5 ഇൻറ്റു 10⁻⁻12. ഇതിനെ നമുക്ക് 6 ഇൻറ്റു 10⁻6 എന്ന് എഴുതാം, ഇൻറ്റു 10⁻⁻12 എന്ന് എഴുതാം. സോൾവ് ചെയ്യുമ്പോൾ അത് 6 ഇൻറ്റു 10⁻6 എന്ന് കിട്ടും. എനർജി ആയതുകൊണ്ട് തന്നെ യൂണിറ്റ് ജൂളിൽ പറയുക. അപ്പോൾ 6 ഇൻറ്റു 10⁻6 ആണ്
ഇത്രയുമാണ് ഇവിടുത്തെ എനർജി ലോസ് എന്ന് പറഞ്ഞത്. ഇത് ചെയ്യുന്നത് മനസ്സിലായല്ലോ. നമ്മൾ ചെയ്യുന്നത് എനർജി ലോസ് എന്ന് പറയുന്ന ഒരു സമവാക്യം വെച്ചിട്ടാണ്. ഇപ്പൊ എനർജി ലോസിന്റെ ഇക്വേഷൻ പഠിച്ചതിന് ശേഷം നമ്മളൊരു പ്രോബ്ലം ചെയ്തപ്പോൾ രണ്ടാമത്തെ കപ്പാസിറ്റർ അൺചാർജ്ഡ് ആയിരുന്നു. അൺചാർജ്ഡ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ പൊട്ടൻഷ്യൽ നമ്മൾ 0 ആയിട്ട് എടുത്തു. അങ്ങനെ സോൾവ് ചെയ്തപ്പോൾ ഉത്തരം നമുക്ക് 6 × 10⁻⁻6 ജൂൾ എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിച്ചത് കോമൺ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടെത്താമെന്നും അതുപോലെ തന്നെ എനർജി ലോസ് എങ്ങനെ കണ്ടെത്താമെന്നുമാണ് പഠിച്ചത്. നിങ്ങൾക്കറിയാം കോമൺ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാം, അതുപോലെ തന്നെ എനർജി ലോസിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാം. ഇത്രയുമാണ് കപ്പാസിറ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ കപ്പാസിറ്ററിൽ നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാറുള്ളത് ഞാൻ ഒരിക്കൽ കൂടെ പറയാം. കപ്പാസിറ്റർ എന്താണെന്ന് പഠിക്കുക, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുക, കപ്പാസിറ്റർ സീരീസ് പാരലൽ കോമ്പിനേഷൻ നോക്കുക, കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയുടെ സമവാക്യം നിങ്ങൾ പഠിക്കുക, എനർജി ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കുക, അതുപോലെ തന്നെ ഈ പറഞ്ഞ എന്ത് പഠിക്കുക, കോമൺ പൊട്ടൻഷ്യലും അതുപോലെ തന്നെ എന്തും പഠിക്കുക, പൊട്ടൻഷ്യൽ ഡിഫറൻസും പഠിക്കുക. ഇത്രയുമാണ് കപ്പാസിറ്ററിൽ നിങ്ങൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിൽ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ സീരീസ് പാരലൽ കോമ്പിനേഷനുമായി ബന്ധപ്പെടുത്തി പരീക്ഷയ്ക്ക് എന്ത് വരും, ആ പ്രോബ്ലംസ് വരും. അത് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, മറ്റൊരു വീഡിയോ ക്ലാസ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, കാണാം. ഓക്കെ, താങ്ക് യു.